ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എൻഗേജ്മെൻറ്റ് പോകണം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചിരിക്കുകയാണ്, നേരെ തേങ്കുറിശ്ശിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ തേങ്കുറിശ്ശി അടിപൊളി പ്ലേസാണ്, കാണാൻ വരുന്നതേ ഉള്ളൂ. കമോൺ ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൻ്റെ അവിടെയുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലാണ്, ഒരു മലേൻ്റെ താഴെയാണ് ഞങ്ങൾ വീടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കുറേ പാടങ്ങളാണ് ഗൈസ് കണ്ടത്. അത് കഴിഞ്ഞ് നമ്മളിതാ ചെറിയ പുഴയും പിന്നെ അതിൻ്റെ കൂടെ കുറേ ഇതായി പുല്ലുകൾ, ഇതിന് പേരറിയില്ല ഗൈസ്. നല്ല രസമുണ്ട്. എൻ്റെ കണ്ണ് മഞ്ഞളിപ്പിച്ച സാധനമാണ് ഈ സാധനം. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് എനിക്ക് വേണം ഞാൻ കുറേ പറഞ്ഞു, പക്ഷെ സമയമില്ലല്ലോ. പിന്നെ ഈ പച്ചപ്പാടം, ഇത് കാണുമ്പോൾ തന്നെ നമുക്കവിടെ ഇറങ്ങി നടക്കാൻ തോന്നും ഗൈസ്. അപ്പോൾ നമ്മൾ അവളെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവളെ വീട്ടിൻ്റെ അടുത്തൊരു നിറയെ പാടവും പിന്നെ അടുത്തൊരു അമ്പലമാണ് ഉള്ളത്. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. അപ്പം നമ്മളവളെ വീട്ടിലെത്തിയപ്പം ഫുള്ള് റഷായിരുന്നു. അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ ഞാനൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി ആഫ്റ്റർ എ ലോങ് ടൈം. ഇതാണ് എൻ്റെ ഫ്രണ്ട് അപ്പു. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ ഗൈസ്. അവളുടെ വീട് കാണിച്ചത് ഗൈസ്. അതാണ് ഫുഡ് കൊടുക്കുന്ന സ്ഥലം, അതിൻ്റെ അപ്പുറത്ത് ആണ് വീട്. ഇതാണ് അവളുടെ അവിടുത്തെ പാടം. കണ്ടു, രാവിലെ ഉറങ്ങി എണിച്ച് ഇന്ന് കണ്ണ് തുറക്കുമ്പോഴേക്കും ഫുള്ള് പാടായിരിക്കും. നല്ല ഫ്രഷ് മൈൻഡായിരിക്കും അല്ലേ ഗൈസ്? അതെ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ പാടത്തിൻ്റെ ഇടയിൽ വന്ന് നടന്നിട്ടില്ല. ജീവനോട് ഊതറൂ. അപ്പോൾ നെക്സ്റ്റ് ഫുഡ് സെക്ഷനാണ്. ബാംഗ്ലൂരിൽ ഞാൻ കഴിച്ച അതേ ടേസ്റ്റിൽ അടിപൊളി നല്ല റൈസും നല്ല കടായി ചിക്കനും ആയിരുന്നു. അടിപൊളി യമ്മായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചേട്ടൻ എനിക്ക് വായിലിട്ടത് ഗൈസ്. ആ വാലിട്ട് തിന്നാൻ തന്നെ കുറേ സമയം വേണം, അത്രയും വലിയ ഉരുളയാണ് ഗൈസ്. പിന്നെ സേമിയ പായസം അതെനിക്ക് ഇഷ്ടമല്ല, ഞാൻ എൻ്റെ ഏട്ടന് കൊടുത്തു. അങ്ങനെ ഞങ്ങളൊരു വെറ്റില പാക്ക് കഴിച്ചു, അതെനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ ഇത് ട്രഡീഷനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വെറ്റിലയും നമ്മളവിടെ ആ വെറ്റിലും അടയ്ക്കുകയാണ്. ഇവിടെ വെറ്റിലും നിജാം പാക്കുമാണ് കേട്ടോ. അതങ്ങനെ കുറേ ചാച്ച് കുറേ നേരം ടൈം പോക്കി. ഇനി ആരും പേടിക്കേണ്ട, ഞാൻ തന്നെയാണ് ഗൈസ്, പേടിച്ച് പോകണ്ട. കുറേ ഒത്തിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ്റെ കോപ്പറാട്ടിക്കളിയാണ്, കാഞ്ചനയാണെന്ന് തോന്നുന്നു, പല്ല് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പം തിരിച്ചു വരുമ്പോൾ ഏട്ടൻ വണ്ടി നിർത്തിയിട്ട് ഇതാ അവിടെ നിന്ന് എന്തൊക്കെ പറിച്ചു കൊണ്ടുവരുന്നുണ്ട്. നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട പുല്ല് സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. എന്നെ പ്രപ്പോസ് ചെയ്തു ചേട്ടൻ, എന്താ ചെയ്യുക. അപ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടി നല്ല സർബത്തും നല്ല അടിപൊളി പുളിയച്ചാറും കഴിച്ചു. അങ്ങനെ അവസാനം ഞങ്ങൾ ഫോട്ടോഷൂട്ടിൽ ബിസി ആയിരുന്നു ഗൈസ്. അപ്പോൾ ഫോട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഫോട്ടോ കാണുക ഗൈസ്. അപ്പോൾ ഇനി വീണ്ടും സന്ധ്യയ്ക്ക് വരയ്ക്കും ഗുഡ് ബൈ എന്ന് പറയുന്നില്ല. അപ്പം വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലോങ് വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഗൈസ്. അപ്പം ബൈ. അപ്പം എൻജോയ് ആൻഡ് എക്സ്പ്ലോർ എവറി ലൈഫ്. ഓക്കെ.